ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആന്റിജൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിനെതിരെ? അതായത് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, ഇപ്പൊ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസസ്, അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ബോഡിക്കകത്തുള്ള ക്യാൻസർ സെൽസ്. അപ്പൊ ഇത്തരത്തിൽ അബ്നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ദോഷം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനോട് പ്രതികരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അത് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ മെറ്റീരിയൽസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അപ്പോൾ ഈ ഫോറിൻ മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ജനറലി വിളിക്കുന്ന പേരാണ് ആന്റിജൻസ്. അല്ലെങ്കിൽ ആന്റിജൻസ് ആർ ദോസ് സബ്സ്റ്റൻസസ് അഗൈൻസ്റ്റ് വിച്ച് അവർ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റാർട്ട്സ് ഓർ ഇനീഷ്യേറ്റ്സ് എ റെസ്പോൺസ്. ഇനി ഈ അവർ മിക്കവാറും പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള കൊളോയിഡൽ സബ്സ്റ്റൻസസ് ആണ് മിക്കവാറും ആന്റിജൻസ്. ഏറ്റവും കൂടുതൽ ആന്റിജൻസും പ്രോട്ടീൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആന്റിജൻസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രതികരിക്കും. എങ്ങനെ? ഈ ആന്റിജൻസിനോട് സ്പെസിഫിക് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യാവുന്ന ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആന്റിജൻസ് ആർ കൊളോയിഡൽ സബ്സ്റ്റൻസസ് which when administered into the body can make the immune system produce antibodies against them. അപ്പോൾ എല്ലാ ഫോറിൻ സബ്സ്റ്റൻസസും ആന്റിജൻസ് ആണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് വി ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് വി ആർ ഗിവൺ ഡ്രിപ്പ് വിച്ച് കണ്ടെയ്ൻസ് മെഡിസിൻ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കുത്തിവെക്കാന്നായിരിക്കും. സോ ദാറ്റ്സ് എ ഫോറിൻ സബ്സ്റ്റൻസ്. പക്ഷെ നമ്മുടെ ബോഡി അതിനോട് പ്രതികരിക്കില്ലല്ലോ, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കും. ഇതൊക്കെ ഫോറിൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാ ഫോറിൻ സബ്സ്റ്റൻസസും ആന്റിജൻസ് അല്ല. എന്നാൽ ഏത് ഫോറിൻ സബ്സ്റ്റൻസുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികരിക്കുന്നത് അതാണ് ശരിക്കും ആന്റിജൻ. ഇനി എന്താണ് പ്രതികരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിക്കൽ സെല്ലുകളും ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസും ഒക്കെയാണ്. ഇമ്മ്യൂണോളജിക്കൽ സെൽസിന് നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചിട്ടുള്ളത് ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് ഒക്കെയാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസിന് നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളത് ബോൺ മാരോ, സ്പ്ലീൻ, ഇങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട സോൾജേഴ്സ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത് ബി ലിംഫോസൈറ്റ്സിനെയും ടി ലിംഫോസൈറ്റ്സിനെയാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ ആന്റിജനോട് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ there will be a B lymphocyte which can specifically bind to chickenpox antigen. There will be another B lymphocyte which can specifically bind to the polio antigen. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അതിനെ എടുക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്യാനായിട്ട് ഈ ബി സെല്ലുകൾക്കും ടി സെല്ലുകൾക്കും കേപ്പബിലിറ്റി കൊടുക്കുന്നത് അവരുടെ പുറത്തുള്ള റിസപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിൽ പലതരം ബി സെൽസും ടി സെൽസും ഉണ്ട്. അവരുടെയൊക്കെ പുറത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഏത് സബ്സ്റ്റൻസസിനെയാണോ ബി സെൽസിൻ്റെയും ടി സെൽസിൻ്റെയും റിസപ്റ്റേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, അതുവഴി നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് ആന്റിജൻസ്. സോ ദേ ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ് ദ റിസപ്റ്റേഴ്സ് ഓഫ് ബി സെൽസ് ഓർ ടി സെൽസ്. മാത്രമല്ല ഈ ആന്റിജൻസിനെ ബി സെൽസും ടി സെൽസും റെക്കഗ്നൈസ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്യുന്നത് വേറൊരു പ്രോട്ടീൻ്റെ പുറത്താണ്. ആ പ്രോട്ടീൻ്റെ പേരാണ് MHC. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. സോ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആന്റിജൻസ് വിളിക്കുക. മിക്കവാറും ആന്റിജൻസ് ഒക്കെ പ്രോട്ടീൻസ് ആണ്. ആൻഡ് ദർ ആർ ഓൾസോ സം പോളിസാക്കറൈഡ്സ് വിച്ച് ഹാവ് ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനിങ് ആന്റിജൻ, എ ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ പുറത്ത് RBCയുടെ പുറത്ത് എ ആന്റിജൻ, ബി ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ RBCക്ക് പുറത്ത് ബി ആന്റിജൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇവരൊക്കെ പോളിസാക്കറൈഡ്സ് ആണ്. മനസ്സിലായില്ലേ? ഇത്തരം ആന്റിജൻസ് ഒക്കെ, ഈ എ ആന്റിജൻസും ബി ആന്റിജൻസും പ്യുവർലി പ്രോട്ടീൻസ് അല്ല, പക്ഷെ അവര് പോളിസാക്കറൈഡ് നേച്ചറുള്ള പോളിസാക്കറൈഡ്സ് ആണ്. ഓക്കെ, പിന്നെ ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും അങ്ങനെ ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടി കുറവാണ്. പക്ഷെ അവരുടെ കൂടെ നമ്മൾ എന്തെങ്കിലും ക്യാരിയേഴ്സ് ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ they will become immunogenic. Otherwise they are not immunogenic. ഇപ്പോൾ ഒരു കെമിക്കൽ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആന്റിജൻസ് ആർ പ്രോട്ടീൻസ്. ഇനി അടുത്തത് ആന്റിജന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ഇസ് കോൾഡ് as epitope or antigenic determinant. So in this diagram you can see an antigen and you can see 3 different types of antibodies
കമ്മിങ് ആൻഡ് ബൈൻഡിങ് ടു ദ ആന്റിജൻ. കണ്ടോ, 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഒന്ന് ആന്റിജനായിട്ട് ബൈൻഡ് ചെയ്തതുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആന്റിബോഡികൾ വ്യത്യാസമുള്ളതാണെന്ന് മനസ്സിലായ? അതായത് നിങ്ങൾക്ക് ഈ ആന്റിബോഡിയുടെ ഈ ആം കണ്ടോ, ഇവിടെ ഈ ഒരു ഷേപ്പാണ് കണ്ടോ, ഒരു ഇൻഡെന്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇവിടെ ദേ ഇങ്ങനെ ഒരു കോൺകേവ് ആയിട്ടുള്ള ഷേപ്പാണ്. ഇവിടെ ദേ ഒരു വെല്ല് പോലത്തെ, ഒരു സ്ക്വയർഡ് വെല്ല് പോലത്തെ ഷേപ്പാണ്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ആണ്. ഈ ആന്റിബോഡി സ്പെസിഫിക് ആയിട്ട് ആന്റിജന്റെ ഈ ഭാഗത്തെ ബൈൻഡ് ചെയ്യുള്ളൂ. ഈ ആന്റിബോഡി ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇവിടെയാ ബൈൻഡ് ചെയ്യാം. ഈ ആന്റിബോഡി സ്പെസിഫിക് ആയിട്ട് ഇവിടെയാ ബൈൻഡ് ചെയ്യാം. ഈ ആന്റിബോഡിക്ക് ഇവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ബൈൻഡിങ് സൈറ്റും വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ഈ ആന്റിബോഡി ബിക്ക് ഈ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ആന്റിബോഡി സിക്ക് ഈ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ ആന്റിബോഡിയും ആന്റിജന്റെ ഒരു സ്പെസിഫിക് റീജിയനിലാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് എപ്പിടോപ്പ് അല്ലെങ്കിൽ ആന്റിജനിക് ഡിറ്റർമിനന്റ്. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ആന്റിജനിക് ഡിറ്റർമിനന്റ്സ് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് അവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. സോ ദിസ് ഇസ് ദ ആന്റിജനിക് ഡിറ്റർമിനന്റ്. ഇവിടെ ഇതാണ് ആന്റിജനിക് ഡിറ്റർമിനന്റ്, ഇവിടെ ഇതാണ് ആന്റിജനിക് ഡിറ്റർമിനന്റ്. അതിനെതിരെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതികരിക്കുന്നത്. സോ ദേ ആർ ദി ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് റീജിയൻസ് ഓഫ് ആൻ ആന്റിജൻ ഓർ ആൻ ഇമ്മ്യൂണോജൻ. അവിടെയാണ് ഒന്നുകിൽ ബി സെല്ലിന്റെയും ടി സെല്ലിന്റെയും റിസപ്റ്റർ വന്ന് ബൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആന്റിബോഡികൾ വന്ന് ബൈൻഡ് ചെയ്യുക. സോ ദേ ആർ ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് റീജിയൻസ് ഓഫ് ആൻ ഇമ്മ്യൂണോജൻ that bind to the membrane receptors on the B cells and T cells, or they are the regions of antigen to which the antibodies come and specifically bind. ഈ റീജിയനെ നമ്മൾ ആന്റിജനിക് ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ എപ്പിടോപ്പ് എന്ന് വിളിക്കും. ഇനി അടുത്തത് ഇതൊരു പ്രോട്ടീൻ ആണല്ലോ. അപ്പൊ ഈ എപ്പിടോപ്പുകള് ഒന്നുകിൽ ഈ പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചറിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നതായിരിക്കും, ടെർഷറി സ്ട്രക്ചറിൽ വരുന്നതായിരിക്കും. നമ്മൾ പ്രോട്ടീൻ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്, ദർ ഇസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സ്ട്രക്ചേഴ്സ് എക്സെട്ര. അപ്പൊ ഇതില് ഏത് പ്രോട്ടീൻ സ്ട്രക്ചർ വേണമെങ്കിലും അസ്യൂം ചെയ്യുന്ന ഒരു പാർട്ടാണ് ശരിക്കും എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഒരു ആന്റിജൻ മോളിക്യൂളിൽ തന്നെ ഈ ഒരു ഡിറ്റർമിനന്റ്, സോ ദിസ് ഡിറ്റർമിനന്റ്, ഇതിനെതിരെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിനോട് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്ററുകൾ ബി സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ടി സെല്ലിന് റിസപ്റ്റർ ഉണ്ടാവില്ല. എന്നാൽ ഇതിനോട് ബൈൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ടി സെൽ റിസപ്റ്റർ ആയിരിക്കും, ബി സെൽ റിസപ്റ്റർ ഉണ്ടാവില്ല. അങ്ങനെയും ഉണ്ടാവാം. അതായത് ബി സെൽസും ടി സെൽസും ഒരേ ആന്റിജന്റെ തന്നെ ഡിഫറെന്റ് എപ്പിടോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകാം. ഒരേ ആന്റിജനിക് മോളിക്യൂളിന്റെ തന്നെ പുറത്തുള്ള ഡിഫറെന്റ് എപ്പിടോപ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ബി സെൽസും ടി സെൽസും ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, there will be B cells in our body which can recognize this epitope, but there will not be T cells, but there will be T cells which can bind to this epitope. Okay, like that. ഇനി നമുക്ക് യൂണിവാലന്റ് ആൻഡ് മൾട്ടിവാലന്റ് ആന്റിജൻസ് എന്താന്ന് പറയാം. This is a monovalent antigen or a univalent antigen. ഇവർക്ക് ഒരൊറ്റ ബൈൻഡിങ് സൈറ്റേ ഉള്ളൂ ആന്റിബോഡിക്ക്. കണ്ടോ, ഒറ്റ ബൈൻഡിങ് സൈറ്റ് ഉള്ളൂ. സോ ദിസ് ആന്റിജൻ, ഈ ആന്റിജന്റെ ഈ പാർട്ടിലാണ് ഈ ആന്റിബോഡി പോയി ബൈൻഡ് ചെയ്യുന്നത്. അതിന് വേറെ എപ്പിടോപ്പിക് റീജിയൻസ് ഒന്നുമില്ല, ഇവിടെയാണ് പോയി ബൈൻഡ് ചെയ്യുക. കണ്ടോ. എന്നാൽ മൾട്ടിവലന്റ് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ യു ക്യാൻ സി ഹിയർ, ദിസ് ഇസ് ദ ആന്റിജൻ. കണ്ടോ, ഇതാണ് ആന്റിജൻ. ഈ ആന്റിജന് ഇവിടെ ഒരു എപ്പിടോപ്പ് ഉണ്ട്, ഇവിടെ ഒരു എപ്പിടോപ്പ് ഉണ്ട്, ഇവിടെ ഒരു എപ്പിടോപ്പ് ഉണ്ട്, ഇവിടെ ഒരു എപ്പിടോപ്പ്, 4 തരം എപ്പിടോപ്പ് ഉണ്ട്. 4നോടും ബൈൻഡ് ചെയ്യുന്ന 4 തരം ആന്റിബോഡികളോ റിസപ്റ്ററോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കണ്ടോ, ഇതൊരു മൾട്ടിവാലന്റ് ആന്റിജൻ ആണ്. അതിന്റെ പുറത്തുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിടോപ്സ് ആണ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെയും നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് എൻ ആന്റിജൻ. ഇതിന്റെ പുറത്ത് ഈ എപ്പിടോപ്സ് ഉണ്ട്. എപ്പിടോപ്സ് ഒക്കെ സെയിം ആണ്, പക്ഷെ മെനി നമ്പേഴ്സ് ഉണ്ട്. കണ്ടോ, ഇതാണ് എപ്പിടോപ്പ് ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഈ ആന്റിജന്റെ പുറത്ത് ഇതേ എപ്പിടോപ്പ് തന്നെ ഒന്നിലധികം കോപ്പി ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ റിപ്പീറ്റഡ് എപ്പിടോപ്പ്. ഇതൊക്കെ മൾട്ടിവാലന്റ് കണ്ടീഷൻ ആണ്. വേറാസ് ഒരു ആന്റിജൻ ഒരൊറ്റ ബൈൻഡിങ് സൈറ്റേ ഉള്ളുവെങ്കിൽ ഇറ്റ്സ് കോൾഡ് മോണോവാലന്റ് ആന്റിജൻ ഓർ യൂണിവാലന്റ് ആന്റിജൻ. വേറാസ് if an antigen has multiple binding sites like this, it is called as a multivalent antigen. അപ്പോൾ ഇത് മൾട്ടിവാലന്റ് ആന്റിജൻ വിത്ത് റിപ്പീറ്റഡ് എപ്പിടോപ്പ് ആണ്. ഇത് മൾട്ടിവാലന്റ് ആന്റിജൻ വിത്ത് ഡിഫറെന്റ് എപ്പിടോപ്സ് ആണ്. ഇനി മോണോവാലന്റും പോളിവാലന്റും അല്ലെങ്കിൽ മൾട്ടിവാലന്റും ആയിരിക്കുന്നതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ,
ഇതില് കൂടുതൽ ആന്റിബോഡികൾക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? സോ ദർ വിൽ ബി മോർ സ്ട്രോങ്ങർ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ആന്റിജൻ ആൻഡ് ആന്റിബോഡി. അപ്പൊ ഇമ്മ്യൂൺ റെസ്പോൺസസിന്റെ സ്ട്രെങ്ത്തും കൂടും. ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ് എപ്പോഴും മൾട്ടിവാലന്റ് ആന്റിജൻസ് ഉണ്ടാക്കുക കമ്പയർഡ് ടു ദീസ് മോണോവാലന്റ് ആന്റിജൻ. കാരണം ഇതിനൊരൊറ്റ ആന്റിബോഡി ബൈൻഡിങ് സൈറ്റേ ഉള്ളൂ. ഇതിന് മൾട്ടിപ്പിൾ ആന്റിബോഡി ബൈൻഡിങ് സൈറ്റ് ഉള്ളതുകൊണ്ട് കുറേ ഈ ആന്റിബോഡിക്ക് അതേസമയം വേറൊരു ആന്റിജനെ ബൈൻഡ് ചെയ്യാം, ഇതിന് വേറൊരു ആന്റിജനെ ബൈൻഡ് ചെയ്യാം, അങ്ങനെ ആന്റിജൻസിനെ ക്ലംപ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിവാലന്റ് ആൻഡ് മൾട്ടിവാലന്റ് ആന്റിജൻ. അപ്പൊ ആന്റിജൻ എന്താന്നുള്ള ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ആന്റിജൻസിന്റെ കെമിക്കൽ നേച്ചർ മോസ്റ്റ്ലി പ്രോട്ടീൻസ് ആണെന്ന് മനസ്സിലായി. പോളിസാക്കറൈഡ്സ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ആന്റിജൻസ്, ABO ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായി. ഇനി ആന്റിജന്റെ പുറത്തുള്ള ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് റീജിയനെയാണ് നമ്മൾ എപ്പിടോപ്പ് അല്ലെങ്കിൽ ആന്റിജനിക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് മനസ്സിലായി. പിന്നെ യൂണിവാലന്റ് ആൻഡ് മൾട്ടിവാലന്റ് ആന്റിജൻസ് എന്താണെന്ന് മനസ്സിലായി.